നമസ്കാരം. S-400 എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കായി ഇന്ത്യ ചില നിർണായക നീക്കങ്ങൾ നടത്തുകയാണ്. S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ആഭ്യന്തര അറ്റകുറ്റപ്പണികൾക്കുമുള്ള സൗകര്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എന്ന വാർത്ത പുറത്തുവന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിലെ ഉന്നതർ നൽകുന്ന സൂചനയനുസരിച്ച് ഒരു ഇന്ത്യൻ കമ്പനിയും റഷ്യൻ നിർമ്മാതാക്കളായ അൽമാസ് ആന്റിയും തമ്മിലുള്ള കരാർ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതാണ്. റഷ്യൻ കമ്പനി ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യം നൽകുകയും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്ന സംയുക്ത സംരംഭമായാണ് ഈ സംരംഭം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ അത്യാധുനിക S-400 സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിനുള്ള ഒരു സ്വയം പര്യാപ്ത ചട്ടക്കൂട് സ്ഥാപിക്കുകയാണ് ഈ സഹകരണം ലക്ഷ്യമിടുന്നത്. 2018 5 സ്ക്വാഡനുകൾ വാങ്ങാനുള്ള കരാറോടെയാണ് S-400 സംവിധാനങ്ങൾ ഇന്ത്യ ഏറ്റെടുക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആകാശ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 3 സ്ക്വാഡനുകൾ ഇതിനകം വിതരണം ചെയ്യുകയും തന്ത്രപരമായി രാജ്യത്തുടനീളം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന 2 സ്ക്വാഡനുകൾ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുമായി സംയോജിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 മുതൽ 400 കിലോമീറ്റർ വരെ പരിധിക്കുള്ളിൽ വിമാനം, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിശാലമായ ആകാശ ഭീഷണികളെ തടയാനുള്ള കഴിവിന് S-400 പ്രസിദ്ധമാണ്. ഈ നൂതന കഴിവ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇത് നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ ഒരു കവചം നൽകുന്നുമുണ്ട്. 2018 ഒക്ടോബറിൽ US-ൽ നിന്നുള്ള എതിർപ്പുകളും ഉപരോധ ഭീഷണിയും അവഗണിച്ചാണ് S-400 ട്രയംഫ് മിസൈൽ സംവിധാനത്തിനായി റഷ്യയുമായി $5.43 ബില്യൺ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ അചഞ്ചലമായ നീക്കങ്ങളുടെ ഉദാഹരണമായി തന്നെ നമുക്കിതിനെ കാണാം. S-400 ട്രയംഫ് മിസൈൽ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ S-400 ട്രയംഫ് റഷ്യ രൂപകൽപ്പന ചെയ്ത മിസൈലാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രവർത്തന രീതിയിൽ വിന്യസിച്ചിരിക്കുന്ന ആധുനിക ലോങ് റേഞ്ച് SAM ആണ് ഇത്. US വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തെക്കാൾ വളരെ മുന്നിലാണ് ഇത്. ഈ സംവിധാനത്തിന് 100 എയർബോൺ ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും അവയിൽ 6 എണ്ണത്തിൽ ഒരേ സമയം ഇടപഴകാനും കഴിയും. ചൈനയും ഈ സംവിധാനം വാങ്ങുന്നുണ്ട്. സിസ്റ്റത്തിന്റെ 6 ബറ്റാലിയൻ വാങ്ങാൻ 2015 ചൈന റഷ്യയുമായി കരാർ ഒപ്പിട്ടു. 2018 ജനുവരിയിൽ ഇതിന്റെ വിതരണവും ആരംഭിച്ചു. അപ്പോൾ ഈ S-400 സിസ്റ്റം ചൈന ഏറ്റെടുക്കുന്നത് ഈ മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും ഇന്ത്യക്കെതിരായ അതിന്റെ ഫലപ്രാപ്തി പരിമിതമാണ്. S-400 ഇന്ത്യയെ പല വിധത്തിൽ കരുത്തുറ്റതാക്കുന്നുണ്ട്. അതായത് ഉയർന്ന നിലവാരമുള്ള F-35 US യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ദ്വിമുഖ യുദ്ധത്തിലെ ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യയുടെ ഏറ്റെടുക്കൽ നിർണായകമാണ്. നമുക്കറിയാം, ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണ് പ്രതിരോധ സഹകരണം. ഇന്ത്യയുടെയും റഷ്യയുടെയും പതിവ് മീറ്റിംഗുകൾ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. 2 പ്രതിരോധ മന്ത്രിമാരും വർഷം തോറും റഷ്യയിലും ഇന്ത്യയിലും മാറി മാറി യോഗങ്ങൾ ചേരുന്നുണ്ട്. നിലവിലുള്ള പദ്ധതികളുടെ സ്ഥിതിയും സൈനിക സാങ്കേതിക സഹകരണത്തിന്റെ മറ്റു പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും അവലോകനം ചെയ്യാനും. അതേപോലെ ഇറക്കുമതി മുതൽ സംയുക്ത ഉൽപാദനം വരെ ചർച്ചയിലുണ്ട്. സൈനിക സാങ്കേതിക മേഖലയിലെ സഹകരണം പൂർണ്ണമായും വാങ്ങുന്നയാൾ വിൽപ്പനക്കാരന്റെ ബന്ധത്തിൽ നിന്ന് സംയുക്ത ഗവേഷണം, ഡിസൈൻ, വികസനം, അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം എന്നിവയിലേക്ക് പരിണമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ നിർമ്മാണം ഈ പ്രവണതയുടെ ഉദാഹരണം തന്നെയാണ്. അതേപോലെ തന്നെ നാവികസേനയുടെ ഏക സജീവ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യ റഷ്യയിൽ നിന്നുള്ളതാണ്. മിസൈൽ ആയുധങ്ങളും നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ വ്യോമ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങാൻ തന്നെ തീരുമാനിച്ചത്. വർഷങ്ങളായി ഇന്ത്യയുമായി നിരവധി അതിർത്തി തർക്കങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ നീക്കങ്ങൾ നിർണായകമാണ്. ആഗോളക്രമത്തിന്റെ അനിശ്ചിതത്വത്തിനും ചാഞ്ചാട്ടത്തിനുമിടയിൽ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനും പ്രതിരോധ പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നതും എടുത്തു പറയണം.